ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് കോല പിടിക്കാൻ പോവാം. ഒരു രാത്രിയാണ് നമ്മൾ കോല പിടിക്കാൻ പോവുക. വല എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ കോല പിടിക്കാൻ പോവാം. എന്തുമാത്രം കോല കിട്ടും, എങ്ങനെയാണെന്നൊന്നും അറിയാൻ മേല. ഏതായാലും നമുക്കൊന്ന് കോലയെ നോക്കാൻ പോവാം. നമുക്ക് നേരെ പോവാം, പടിഞ്ഞാട്ട് പോവാം. പടിഞ്ഞാട്ട് പോയി അവിടെ ശകലം പതാപ്പ് പോലുള്ള സ്ഥലമുണ്ട്, അവിടെ പോയിടാം. ഇത് കോലാവല നമ്മൾ പകലിട്ടാൽ മീൻ അധികം കോല കിട്ടത്തില്ല. രാത്രിയാകുമ്പോൾ നമ്മളിത് സൈഡിൽ ഈ അനക്കമില്ലാത്ത പതാപ്പി വന്ന്, പതാപ്പെന്ന് പറയുമ്പം കുറച്ച് ഉള്ളിലോട്ടൊക്കെ കയറി ഒഴുക്കും അനക്കമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ഇത് ക്യാമ്പ് ചെയ്യും. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് വല ഇട്ടിട്ട് നമ്മൾ ഈ വടിയെടുത്തിട്ടുണ്ട്, കമ്പെടുത്തിട്ടുണ്ട്. അടിച്ചനക്കുമ്പോൾ ഇത് ഓടി നേരെ വലയിൽ കയറും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് രാത്രിയിലാണ് ഇത് കൂടുതൽ കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ രാത്രി പോകുന്നത്. നമ്മൾ വലയിടേണ്ട സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വലയിടാൻ തുടങ്ങുന്നതിന് മുമ്പേ ബഹറിലുള്ള തോമസ് വർഗീസ്, അദ്ദേഹം സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും അദ്ദേഹത്തിനൊരു ബിഗ് ഹൈ. നമ്മുടെ വീഡിയോ കാണുകയും കമൻ്റ് ഇടുകയും അഭിപ്രായങ്ങൾ പറയുകയും നല്ല നിർദ്ദേശങ്ങൾ തരികയും ചെയ്യുന്ന അദ്ദേഹത്തിനൊരു ബിഗ് ഹൈ. ഫിഷ് പോളിയുടെ കാര്യം നമ്മൾ മറന്നിട്ടൊന്നുമില്ല. നമുക്ക് നല്ല മീൻ കിട്ടുന്ന സമയത്ത് അതുണ്ടാക്കി കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ വലയിടാം. ഇനിയിപ്പോൾ നമുക്ക് ഈ വലയൊന്ന് ബഹറൊന്ന് നനയ്ക്കണം. ഒന്ന് നനച്ച് ഇട്ട് നമുക്ക് വല ഇവിടെ മൂലം കൊണ്ടിടാം. മീനെന്തുമാത്രം കിട്ടും എന്നൊന്നും നമുക്ക് ഉറപ്പൊന്നും പറയാനൊക്കത്തില്ല. ഏതായാലും നമ്മൾ വലയിടാൻ വന്ന് വലയിടുക. നമ്മൾ വല ഇടുകയാണ്. ഇവിടെ വല ഒരു അരണ്ടര വല കിടപ്പുണ്ട്. അതിൻ്റെ തുമ്പത്താണ് നമ്മളിപ്പോൾ കെട്ടാൻ പോകുന്നത്. ഈ കോലാവല ആയതുകൊണ്ട് ഇത്തിരി താഴെയൊന്നും പോകത്തില്ല. അവർക്ക് കിട്ടേണ്ട മീൻ ഇത് മേളിൽ കൂടെ വരുന്ന മീൻ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ അങ്ങോളം ഈ വല ഇങ്ങനെ അങ്ങോട്ട് ഇടുകയാണ്. നോക്കാം. ഉണ്ടോ? ഈ കോലാവലയ്ക്കൊരു കാര്യമുണ്ട്, ഇത് പിരിഞ്ഞു പോയാലൊരു വിഷയമുണ്ട്. അതുകൊണ്ട് പൊങ്ങ് എപ്പോഴും മേളിൽ കിടക്കത്തക്ക രീതി മേളിലത്തെ പിടിച്ചു വേണം ഇടാൻ. ഈ വല ഇങ്ങനെ അങ്ങോളം ഇടുകയാണ്. നമ്മളിട്ട് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ഈ വലയുടെ സൈസ് എത്ര സൈസാണെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. നമ്മുടെ വലയല്ല. അപ്പം അവരോട് ചോദിച്ചപ്പം അവർക്കും അറിയാൻ മേല. എന്തായാലും ഇത് ചെറിയ കണ്ണിയായതായാലും നമുക്ക് ഈ വല അങ്ങോട്ട് ഇട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. നമ്മളവിടെ നിന്ന് വല ഇട്ട് ഇവിടെ കൊണ്ടുവന്ന് കുറച്ച് ദൂരം ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ വല ഇറമ്പി കെട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് കയറി അടിച്ച് അനക്കാൻ പോവുകയാണ്. അടിച്ചനക്കാനാണ് നമ്മൾ ഈ അലകിൻ്റെ വാരി എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മുന്നോട്ടടിക്കാനൊക്കത്തില്ല, പുറമോട്ട് അടിക്കാനൊക്കത്തില്ല. ഇവിടെ മുന്നോട്ടടിച്ചാൽ നമ്മുടെ മൊബൈലിലെല്ലാം വെള്ളം വീഴും. അതുകൊണ്ട് മുന്നോട്ടടിക്കുന്നില്ല, പുറമോട്ടാണ് ഞാൻ അടിക്കുന്നത്. ആദ്യത്തെ അടി ഇവിടെ അടിക്കുക. ഇങ്ങനെ മൊത്തം ഇങ്ങനെ അടിച്ചനക്കി കഴിയുമ്പം കോല കയറി ഇലയിൽ ഉടക്കും. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. നോക്കാം. ഇങ്ങനെ മൊത്തം അടിച്ചനക്കിയിട്ട് വല വലിക്കുന്നത് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ അടിച്ചനക്കി കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ
ഇത് വല കൊണ്ട് കിട്ടിയ ഭാഗത്ത് തന്നെ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. വല പൊക്കാം, വല എടുത്ത് നോക്കാം. കൊലയൊക്കെ മറിയുന്നുണ്ടായിരുന്നു അടിച്ചുകൊണ്ടിരുന്നപ്പോൾ. ഈ പറമ്പിലെങ്ങും കൊല വന്നില്ല. ചെറിയ മീൻ അരളിയുണ്ട്. ഇതുപോലെ ഇതുപോലെ ഉണ്ടോ? ആണോ? ഇവിടെ കോല കുറവായിരുന്നു. വേണ്ട വേണ്ട അവര് പോയി. ഇനി ഉണ്ട്. വേണ്ട നമ്മൾ വലിച്ചു കഴിഞ്ഞ് കൊല കിട്ടിയത്രയും എടുത്ത് കാണിക്കാം. നമ്മൾ വല വലിച്ചു കഴിഞ്ഞ് നമുക്കതേ അവിടെ ഒരു ശാലം വെട്ടമുണ്ട്. ആ വെട്ടത്തോട്ട് പോയി കൊല എടുക്കാം. എടുത്തു കഴിയുമ്പോൾ അത് എടുക്കുന്നത് കാണിച്ചു തരാം. ഓക്കെ. നമ്മൾ കൊല എടുക്കാൻ തുടങ്ങി. ഇങ്ങനെ ഈ വലയിലെ മൊത്തം കൊല എടുത്തു കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. കൊല നമ്മൾ എടുത്ത് തീർന്നില്ല. കുറച്ചുകൂടെ എടുത്തുകൊണ്ടിരിക്കുക. കോല നമ്മൾ എടുത്ത് തീർന്ന്. ഇത്രയും കോല തിരക്കേടില്ലാത്ത രീതിയിൽ കോല ഇതൊക്കെ കിട്ടി. ഇനി നമ്മൾ വലയിടാൻ പോവുക. ഇതുപോലെ തന്നെ നമ്മളിനി വലയിട്ട് എടുക്കാൻ പോവുകയാണ്. അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവുക. വലയുടെ ഇത്രയും കോലയാണ് നമുക്ക് കിട്ടിയത്. തിരക്കേടില്ലാത്ത രീതിയിൽ കോല നമുക്ക് കിട്ടി. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മൾ അടുത്ത സ്ഥലത്ത് വന്ന് ഇപ്പോൾ കുറച്ച് ദൂരം നമ്മൾ വലയിട്ടിരിക്കുകയാണ്. വലയിട്ട് ഇവിടെ നമ്മളിങ്ങനെ അവിടെ ഇട്ടതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ സൈഡിൽ കൂടെ വളച്ചിടുകയാണ്. ഇവിടെ കോല ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഇടുന്നത്. ഇപ്പം അറിയാനൊക്കത്തില്ല. ഏതായാലും ഇതുപോലെ തന്നെ നമ്മൾ അവിടെ കൊണ്ടുവന്ന് വല തീരുന്ന സ്ഥലത്ത് നിന്ന് കറമ്പി മുട്ടിച്ചിട്ട് വീണ്ടും അടിച്ച് അനക്കുക. ഓക്കെ. നമ്മൾ അടിച്ചനക്കാൻ തുടങ്ങി. നമ്മൾ ഇതുപോലെ തന്നെ അടിച്ചനക്കി അവിടെ ചെയ്തതുപോലെ തന്നെ വല വലിക്കുക. നമ്മൾ അടിച്ച് ഇണക്കി കഴിഞ്ഞ് ഇവിടുന്ന് വയ്യ നമുക്ക് വല വലിക്കാം. ഇതിനകത്ത് കിട്ടിയ പോലെ കൊല ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നില്ല. അനക്കം തീരെ കുറവാണ്. നോക്കാം. ഇതിലേറ്റും കൊലയൊന്നും വന്നില്ല. കൊല അപ്പുറത്തൊക്കെ അനങ്ങുന്നുണ്ട്. നോക്കാം.
നന്ദനാണ് ഉറക്കിയിരിക്കുന്നത്. മീനൊന്നും ഇതിലായിട്ടും വന്നില്ല. നന്ദനാണ് ഇവിടെ കയറി ഉടക്കിയത്. നമ്മൾ വല ഇട്ട് കഴിഞ്ഞപ്പോഴേ തന്നെ നമുക്ക് മനസ്സിലായി ഇവിടെ കോല ഇല്ല എന്ന്. കാര്യം കോല ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ വലയിൽ ഉടക്കി കിടന്ന് മറിയുന്ന കാണാം. പക്ഷെ വല നീട്ടിയപ്പോൾ മുതൽ അനങ്ങുന്നില്ലായിരുന്നു. ഈ സാധനമാണ് നമുക്ക് പണി തരാൻ, ഈ സാധനമാണ് കയറിയത്. ആണ് ഒരു കോല, ആദ്യത്തെ കോല കിട്ടിയായിരുന്നു. എന്താ കോല ഇവിടെ കുറവാണ്. ഈ വല വെച്ചത് പഴയപ്പോയെന്ന് തോന്നുന്നു. നമ്മൾ ഈ വല വലിച്ചു കഴിയുമ്പം ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, വല വലിച്ച് തീർന്ന്. ഇതിനകത്ത് കോല കുറവായിരുന്നു. എന്താ കുറച്ച് കോലയെ കിട്ടിയുള്ളൂ. ഇതുപോലെ തന്നെ ഞങ്ങൾ അടുത്ത സ്ഥലത്തിടാൻ പോവുകയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഇനി കാണിച്ചു തരാം, രാവിലെ കാണിക്കാം. എന്തുമാത്രം കോല കിട്ടിയെന്നുള്ള കാര്യങ്ങൾ ഒക്കെ, ബാക്കി കാര്യങ്ങൾ രാവിലെ. ഓക്കെ, ഇന്നലെ വൈകിട്ട് നമ്മൾ വലയിട്ട് പോയല്ലോ, പിടിക്കുകയും ചെയ്തായിരുന്നല്ലോ. അപ്പോൾ അത് നമ്മൾ കാണിച്ചു തരാം. രാവിലെ നമ്മൾ രാമങ്കരി ജെട്ടിയിൽ പോയി മണിച്ചേട്ടൻ വരുമെന്ന് പ്രതീക്ഷിച്ച് ജെട്ടിയിൽ പോയായിരുന്നു. പക്ഷെ മണിച്ചേട്ടൻ ഇന്ന് വന്നില്ല. അപ്പം നമ്മൾ ഈ കോല നമ്മളിവിടെ ചില്ലറ തന്നെ കൊടുക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഇന്നലെ കിട്ടിയ കോല എന്ന് കാണിച്ചു തരാം. ഇത്രയും കോലയാണ് നമ്മൾ ഇന്നലെ പിടിച്ചത്. ലക്ഷദ്വീപിലുള്ള സലീം മണിച്ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് ഒരു ഹൈ പറയണമെന്ന്. പക്ഷെ മണിച്ചേട്ടൻ വന്നില്ല. ഞാൻ മണിച്ചേട്ടനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി മണിച്ചേട്ടൻ വരുമ്പം നമുക്ക് അത് പറഞ്ഞ് ഹൈ പറയിപ്പിക്കാം. അപ്പം നമുക്ക് ഇന്നലെ കിട്ടിയ കോലയാണിത്. ഉണ്ടല്ലോ, ഇത് നമ്മളിവിടെ ചില്ലറ കൊടുക്കുകയാണ്. വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണം. ഓക്കെ, ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതാണ്. ഓക്കെ.